പണ്ട് ഇപ്പോൾ കാവുകളെന്ന് പറയില്ല, ഇപ്പം നമ്മൾ കാവ് തീണ്ടിയ കുളം പറ്റുമെന്ന് പണ്ട് കാരണന്മാർ പറയും. അതായത് പണ്ട് പറയും മോനെ കാവ് തീണ്ടരുത് കുളം പറ്റുമെന്ന് പറയും. അപ്പം അന്ന് ഇത്രയും ആ കാവിൽ പാമ്പും ഒക്കെ ആയിട്ട് നമ്മൾ സംരക്ഷിച്ച് നിർത്തുമ്പോൾ നമ്മുടെ ധാരണ അത് അന്ധവിശ്വാസം മാത്രമാണ്. പക്ഷെ ഇന്ന് കാവുകളെ സംരക്ഷിക്കുന്ന നിയമം കൊണ്ടുവരേണ്ടി വന്നു കേരളത്തിൽ. സുരേന്ദ്രനാശാനാണ് അതിൻ്റെ ബില്ലുണ്ട്, കെ വി സുരേന്ദ്രൻ അറിയാലോ. ഇന്ന് കാവുകൾ ഗവൺമെൻറ് കാശ് കൊടുത്ത് സംരക്ഷിക്കുകയാണ്. അതിനൊരു കാവ്, ഒരു വീട്ടിൽ ഒരു പറമ്പിലൊരു കാവുണ്ടാവും. ആ കാവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിനകത്ത് ശരിക്കൊരു കാടിൻ്റെ മിനിയേച്ചറാണത്. ഒരു കാട്ടിലുണ്ടാവുന്ന എല്ലാ ജീവജാലങ്ങളും ഒക്കെ അതിനകത്തുണ്ടാവും. അത് ആ പ്രദേശത്തെ ഈ ജലത്തിൻ്റെ മുഴുവൻ സ്രോതസ്സുകളെ പിടിച്ചു നിർത്തുന്ന ഒരു സാധനമാണ് ഈ കാവ്. ഇപ്പോൾ ശരിക്കും സാർ നമ്മുടെ പ്രൈം മിനിസ്റ്റർ സാർ പറഞ്ഞ പോലെ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സീറോ ബഡ്ജറ്റ് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി സുഭാഷ് പലേക്കർ, അതെ, അതിൻ്റെ ഡീറ്റെയിലും കൂടെ ഒന്ന് പറയാം സാർ. അതായത് അതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പ്രകൃതി തന്നെയാണ് നമ്മുടെ മണ്ണിന് വേണ്ട എല്ലാം അവരൊരുക്കുന്നുണ്ട്. നമ്മൾ ആ പ്രകൃതിയോട് ചേർന്ന് നിന്ന് നമ്മൾ ചെയ്താൽ മതി. ഇപ്പോൾ പറമ്പ് നമ്മൾ കളയ്ക്കൊന്നും വേണ്ട, ഈ കരിയിലകളൊക്കെ വീണ് ഇപ്പം നമ്മുടെ കാട്ടിൽ അതിൻ്റെ ഒരു സിദ്ധാന്തം ഇത്രയേ ഉള്ളൂ. കാട്ടിൽ ആരെങ്കിലും കൃഷി ചെയ്തിട്ടല്ലോ ഇതൊക്കെ ഉണ്ടാവണത്. കാട്ടിൽ ആരെങ്കിലും വളക്കിട്ടുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. ഇവിടത്തേക്കാൾ നല്ല മനോഹരമായ അവിടെ വെജിറ്റേഷൻ ഉണ്ടാകുന്നുണ്ടാവും. അത്രേ ഉള്ള കാര്യം. അപ്പോൾ അവർ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. അപ്പോൾ ഭൂമിയുടെ ഈ സൂക്ഷ്മ ഘടകങ്ങളും ജീവജാലങ്ങളൊക്കെ അതിനൊരു സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കാട്ടിൽ പോയിട്ട് ഒരു യൂണിറ്റ് മണ്ണെടുത്തിട്ട് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതും പിന്നെ നമ്മുടെ ഇവിടുത്തെ മണ്ണെടുത്ത് നോക്കാം. അപ്പോൾ കോടിക്കണക്കിന് സൂക്ഷ്മ ഘടകങ്ങളുണ്ട്. അപ്പോൾ അത് നിലനിൽക്കുന്ന എങ്ങനെയാണ്? വളമിട്ടിട്ടല്ലോ, വെള്ളമൊഴിച്ചിട്ടല്ലോ. അപ്പോൾ അത് നാച്ചുറൽ ആയിട്ടുള്ള അതിൻ്റെ അതേ രീതിയിൽ നമ്മൾ നമ്മുടെ പറമ്പ് പരിപാലിച്ചാൽ നമുക്ക് സമൃദ്ധമായി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടായി വരുന്നതാണ് അവർ പറയുന്നത്. ഇപ്പം ഞാൻ ഇത്രയും നേരം സാറിനോട് കൃഷിയെ പറ്റിയും നമ്മുടെ മണ്ണിനെ പറ്റിയും ഒക്കെ ഞാൻ സാറിനോട് ചോദിച്ചു. ഈ ഇടയിൽ ഞാനൊരു ഇൻ്റർവ്യൂവിൽ കേട്ടാണ് സാർ സ്ത്രീ സുരക്ഷതയെക്കുറിച്ച് ഇപ്പോഴത്തെ ഉള്ള ലോയിന് അതീതമായി, അതായത് സുരേഷ് ചേട്ടനൊക്കെ പറഞ്ഞ അതുക്ക് മേലെ എന്താണ് സാർ ഉദ്ദേശിച്ചത്? അതുകൊണ്ട് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? അതായത് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ഒരു നിയമം കൊണ്ട് മാത്രം സ്ത്രീകളെ സംരക്ഷിക്കുക. നിയമം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇതിനൊരു നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ത്രീക്ക് രാത്രി പകൽ ഒക്കെ സഞ്ചരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ആ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമുണ്ട് അതിനകത്ത്. അപ്പോൾ അത് മാറുമ്പോൾ തന്നെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കാൻ ഉള്ളൊരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് നിയമത്തിനപ്പുറത്തുള്ള ഒരു സുരക്ഷിതത്വം സ്ത്രീകൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയണം. നിയമം അതിന് വേണ്ടിയിട്ടുള്ള നിയമം മാത്രം സ്ത്രീകളെ രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. സ്ത്രീകളുടെ കാര്യത്തിൽ നിയമം മാത്രം വിചാരിച്ചാൽ രക്ഷിക്കാൻ കഴിയുന്ന കാര്യം. നിയമമില്ലാത്തതുകൊണ്ടല്ലല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ നിയമത്തിന് എന്താ കുറവ്? ഒരുപാട് ശക്തമായ നിയമമില്ലേ? അപ്പം നിയമം ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് സംരക്ഷിക്കാം. അതിനപ്പുറത്തുള്ള ഒരു മനോഭാവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. എങ്കിലേ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ സുരക്ഷിതരായിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അമ്മേനെ ഭീകരമായിട്ട് മർദ്ദിക്കുന്നത് മകളാണ്. അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നത്തിൽ സ്ത്രീകളും അല്ല മറ്റ് പുരുഷന്മാരുടെ മാത്രം പ്രശ്നം കൊണ്ടല്ല. അപ്പോൾ ഒരു അമ്മ മകളൊരു അമ്മയെ സംരക്ഷിക്കണം എന്നുള്ളത് നിയമമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനപ്പുറത്തുള്ള ഒരു മനോഭാവം നമുക്ക് സമൂഹത്തിൽ നമ്മളുണ്ടാവണം. തീർച്ചയായിട്ടും. എന്തായാലും സാറിനോട് വർത്തമാനം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷം. കാര്യം എന്നാണെന്നറിയോ, നമ്മൾ ഈ കേരള ഇറ്റ്സ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ശരിക്കും ആസ് എ ലീഡർ ഞങ്ങളൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് വിചാരിക്കുന്നു. നമ്മുടെ ആ ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് തന്നെ നമുക്കിനി നല്ലൊരു പച്ചപ്പുണ്ടാവും എന്നൊക്കെ ഞങ്ങൾ വിശ്വസിച്ചോട്ടെ. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും കൂടി, ഞാൻ മാത്രമല്ല നമുക്കെല്ലാവർക്കും. പിന്നെന്താ, തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും സാറിൻ്റെ കൂടെയുണ്ട്.